ക്ലാർക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നു. ലെക്സ് വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അടുത്തൊരു ന്യൂസ് ഹെഡ്ലൈൻ ഇങ്ങനെയാണ്: ഫ്ലൈയിങ് മാൻ ഹീറോയോ അതോ അപകടകാരിയോ? പെട്ടെന്ന് ഒരാൾ അവിടേക്ക് വരുന്നു. ഐസപ്പ് ഹിയർ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഞാനിത് ഇടയ്ക്കിടെ പറയാറില്ല, എന്നാലും ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കരുതലോടെയുണ്ട്. നമ്മളൊരു ടീമാണ്. അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ റിപ്പോർട്ടർ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങളിൽ കഴിവില്ലാത്തവർക്കെങ്കിലും ബോധമുണ്ടാവട്ടെ. നമ്മുടെ ടീമിലേക്ക് പുതിയൊരാളെയും കൂടി എടുത്തിരിക്കുകയാണ്. ആ മില്ലിയനറെ തോൽപ്പിച്ച ഗ്രാഡ് സ്റ്റുഡൻറ്റ്, യഥാർത്ഥ ടാലൻ്റുള്ള ലൂയിസ് ലെയ്ൻ. അവിടെ ചുറ്റുമുണ്ടായിരുന്നവരിൽ ഒരു സ്ത്രീ ഇങ്ങനെ പറയും: ഗ്രാഡ് സ്റ്റുഡൻറ്റോ? ഇവളോ ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പോകും. വെൽക്കം കിഡ്, വെൽക്കം ടു ദ ടീം. ലൂയിസ് ലെയ്ൻ നോക്കുമ്പോൾ ക്ലാർക്ക് മാത്രം അവിടെ നിൽക്കും. എല്ലാവരും പോയത് കണ്ട് ക്ലാർക്കും പോവും. ക്ലാർക്ക് മിസ് ലെയ്ൻ എന്ന് വിളിക്കും. ശേഷം ലൂയിസ് ലെയ്ൻ: ഡോൺ വെറി, എല്ലാം കൺട്രോളിലാണ്. ലൂയിസ്, എന്നെ ജസ്റ്റ് ലൂയിസ് എന്ന് വിളിച്ചാൽ മതി. കൂൾ, ജസ്റ്റ് ലൂയിസ്. നിങ്ങളാരാണ്? ഓ, ഞാൻ കോഫി അല്ല, ക്ലാർക്ക് കെൻറ്റ്, ഡെയിലി പ്ലാനറ്റ്. തമാശയല്ലല്ലോ? അല്ല, സോറി. ഞാനിപ്പോൾ സ്റ്റാർ ലാബ്സിലുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തത് കണ്ടു. ഇറ്റ് വാസ് അമേസിങ്. ലൂയിസ്: ആ ദുഷ്ടൻ അത് കിട്ടേണ്ടത് തന്നെയായിരുന്നു. ക്ലാർക്ക്: എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാൻ പറ്റുമോ? എനിക്കറിയാം, ആ ഷാൻബേ. ലൂയിസ്: അങ്ങനെയൊന്നും ആയിരുന്നില്ല, വിശ്വസിക്കൂ. അത്രയധികം അധികാരമുള്ള ആളുകൾ അതെല്ലാവരിലേക്കും പ്രയോഗിക്കുന്നു. നിങ്ങൾക്ക് ആ അധികാരം എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അതൊരു തരം എൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ആൻഡ് പോപ്പർ ജാംസ്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? നീ ഒരു റിപ്പോർട്ടർ ആവാൻ പോവുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കണം. ക്ലാർക്ക്: അതല്ല, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായ സ്ലാവിനെ നിങ്ങൾ ഇതിനകം കീഴടക്കി കഴിഞ്ഞു. ലൂയിസ്: ഞാനോ? ഹാവ് എ നൈസ് വീക്കെൻഡ് കോഫി ബോയ്. ക്ലാർക്ക്: നിങ്ങൾക്കും അതുപോലെ ആവട്ടെ. ക്ലാർക്ക് ഫോട്ടോസ് നോക്കുമ്പോൾ സൂപ്പർമാൻ എന്ന് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊരു ചിത്രം കാണുന്നു. അതിനുശേഷം കൂൾ ക്യാപ്പ് എന്ന ചിത്രവും കാണുന്നു. ബാറ്റ്മാനാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത്. ക്ലാർക്ക് തൻ്റെ ഇപ്പോഴുള്ള സൂട്ട് അണിഞ്ഞു നിൽക്കുമ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ശ്രദ്ധിക്കുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഒബ്ജക്റ്റ് ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്ന് സ്റ്റാർ ലാബ്സ് കണ്ടെത്തി. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. സ്റ്റാർ ലാബ്സിലെ ഉദ്യോഗസ്ഥരും സയൻറ്റിസ്റ്റും ഒക്കെ ആ ഒബ്ജക്റ്റിനെ സൂക്ഷിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ ലാബ്സിലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? എന്താണ് സംഭവിച്ചതെന്ന് ഉടനെ കണ്ടെത്തുമെന്ന്. ക്ലാർക്ക് സൂട്ടണിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ക്ലാർക്കിനെ ലക്ഷ്യമാക്കി ആ ഒബ്ജക്റ്റ് വരുന്നു. അത് ലോബോ എന്ന പേരുള്ള ഏലിയനായിരുന്നു.